ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലങ്കാരം, ആറാമത്തെ അലങ്കാരമാണ് ഇന്ന് പഠിക്കുന്നത്. അത് ആറാമത്തെ അലങ്കാരം ഉല്ലേഖ അലങ്കാര. ഉല്ലേഖ അലങ്കാരം, ഉല്ലേഖം എന്ന അലങ്കാരം അർത്ഥാലങ്കാരമാണ്. അതിൻ്റെ ലക്ഷണം നോക്കൂ. ബഹുഭിർ ബഹുധോ ഉല്ലേഖാദേകസ്യ ഉല്ലേഖ ഇഷ്യത്തെ. പിരിച്ചു പറയാം. ബഹുഭിഹി ബഹുധഃ ഉല്ലേഖാത് ഏകസ്യ ഉല്ലേഖ ഇഷ്യത്തെ. ബഹുഭിഹി, ബഹുഭിഹി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബഹുഭിഹി ഏത് വിഭക്തിയാണ്? ബഹുഭിഹി തൃതീയ ബഹുവചനമാണ്. ബഹുഭിഹി, 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 ബഹുഭിഹി ഇത് തൃതീയ ബഹുവചനമാണ്. അനേകങ്ങളാൽ, അനേകം പേരാൽ എന്നുള്ള അർത്ഥത്തിൽ. ബഹുഭിഹി ബഹുധോ ഉല്ലേഖാത് ഏകസ്യ ഉല്ലേഖ ഇഷ്യത്തെ. ഏകസ്യ ഒരാൾ തന്നെ. അപ്പം പല ധർമ്മങ്ങളുള്ള പല ധർമ്മങ്ങളുള്ള ഒരു വസ്തുവാണ്. ആ വസ്തുവിനെ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പലര്, അതായത് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് വർണ്ണിക്കുന്നതാണ് ഉല്ലേഖം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു പൂവിനെ കാണുകയാണ്. അപ്പം മനോഹരമായൊരു പൂ നിൽക്കുകയാണ്. അതിൻ്റെ കാണുമ്പോൾ തന്നെ ഒരു മനോഹരമായ പൂവെന്ന് പറയല്ലേ. അപ്പോൾ അത് ഒരാൾ കാണുമ്പം പറയും, ഓ ഇത് മൃദുലമായ ഇതളുകളാണത്, അല്ലെങ്കിൽ എത്ര മൃദുലമായ പൂവ്. ചിലർ പറയും എത്ര മനോഹരമായ നിറമാണതിന്. പിന്നെ ചിലർ പറയും എന്ത് വാസനയാണ് അതിന്. അപ്പം ഇങ്ങനെ ഒരു ധർമ്മത്തിനെ പലരും പല രീതിയിൽ പറയുന്നു. അങ്ങനെയുള്ളതാണ് ഉല്ലേഖം. ഒരു ധർമ്മത്തെ തന്നെ, ഒരു വിഷയത്തെ തന്നെ അതിൻ്റെ ധർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തർക്കും പ്രത്യേകം കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കാഴ്ചപ്പാടിലൂടെ അതിനെ വർണ്ണിക്കുന്നതാണ് ഉല്ലേഖം. ഉദാഹരണം നമുക്ക് നോക്കാം. സ്ത്രീഭിഹി കാമോ അർത്ഥിഭിഹി സ്വദ്രുഹു കാലഹ ശത്രുഭിരൈക്ഷിസഃ. സ്ത്രീഭിഹി കാമഃ അർത്ഥിഭിഹി സ്വദ്രുഹു കാലഹ ശത്രുഭിഹി ഐക്ഷിസഃ. ഇവിടെ സഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, അവൻ എന്നൊക്കെ പറയാം അല്ലേ. അദ്ദേഹം ഇവിടെ രാജാവാണ്. സഹ എന്ന് പറയുമ്പോൾ അവിടെ രാജാവാണ്. അങ്ങനെയാണ് രാജാവ്. സ്ത്രീഭിഹി കാമഹ. സ്ത്രീഭിഹി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീഭിഹി എന്താണ്? തൃതീയ ബഹുവചനമല്ലേ. സ്ത്രീഭിഹി. അതുപോലെ സ്ത്രീഭിഹി കാമഹ, സ്ത്രീകളാൽ. എന്നുള്ളത് അതെ തൃതീയ ഇതിൻ്റെ അർത്ഥം. സ്ത്രീകളാൽ കാമഹ. എന്ന് പറഞ്ഞാൽ കാമദേവൻ. സ്ത്രീകളാൽ എന്താ? അദ്ദേഹം കാമദേവനാണ്. കാമദേവൻ എന്ന് പറയാൻ കാരണം കാമദേവൻ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് അല്ലേ. അപ്പം അത്രമാത്രം സൗന്ദര്യമുള്ളതാണ് ആ രാജാവ്. അതുകൊണ്ട് സ്ത്രീകളാൽ എന്താ പറയുന്നു? അദ്ദേഹം കാമദേവനാണ്. അത് കഴിഞ്ഞിട്ട് അർത്ഥിഭിഹി. അവിടെ എന്താ? തൃതീയ ബഹുവചനം വന്നു. അർത്ഥിഭിഹി. അതും തൃതീയ ബഹുവചനം. അർത്ഥിഭിഹി എങ്ങനെയാണ്? സ്വദ്രുഹു. അർത്ഥിഭിഹി. അർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാചിക്കുന്നവർ, യാചകർ. അർത്ഥിഭിഹി സ്വദ്രുഹു എന്താണ്? കൽപ്പവൃക്ഷം എന്ന് കേട്ടിട്ടില്ലേ? കൽപ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തും നമുക്ക് തരും. കൽപ്പവൃക്ഷം ചോദിക്കുന്നത് എന്തും തരുമെന്നാണ്. അപ്പോൾ ഈ രാജാവ് എങ്ങനെയായിരിക്കും? അർത്ഥികൾ എന്താണ് പറയുന്നത്? യാചകർ എന്താണ് പറയുന്നത്? അദ്ദേഹം സ്വദ്രുവാണ്, അദ്ദേഹം കാമദേവനാണ്. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും യാചകർക്കായിട്ട്. സ്വദ്രുഹു. ഇനി കാലഹ ശത്രുഭി. ഇനി ശത്രുഭി എങ്ങനെയാണ്? ശത്രുക്കളാൽ അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? ശത്രുഭിഹി. കാലഹ. ശത്രുക്കളാൽ എന്താണ്? കാലഹയാണ്, കാലനാണ്. ശത്രുക്കളാൽ അദ്ദേഹം കാലനാണ് എന്ന് പറയുമ്പോൾ ശത്രുക്കളെ അമർച്ച ചെയ്യുന്നു. എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് അമർച്ച ചെയ്യുകയാണ്. അപ്പം അത് ശത്രുക്കളാൽ അദ്ദേഹം കാലനാണ്. അപ്പം ഈ മൂന്ന് തരക്കാർ ഇങ്ങനെ രാജാവിനെ പറയുകയാണ്. സ്ത്രീകളാൽ അദ്ദേഹം കാമദേവനാണ്, അർത്ഥികളാൽ അദ്ദേഹം സ്വദ്രുവാണ്, ശത്രുക്കളാൽ അദ്ദേഹം കാലനാണ്. അപ്പം ഇങ്ങനെ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. രാജാവ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തെ തന്നെ പലരും പല രീതിയിൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉല്ലേഖം. ഇത് ഒരു ഉല്ലേഖം തന്നെ വേറൊരു രീതിയിലും ഉണ്ട്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതാണ് ഒരു ഉല്ലേഖം. ഇവിടെ പറഞ്ഞു തൃതീയ ബഹുവചനം വന്നതുകൊണ്ട് എല്ലാം തൃതീയ ബഹുവചനം. ഇവിടെ ബഹുബിയാതും തൃതീയ ബഹുവചനമാണ്. ശത്രുബി ഇങ്ങനെ നോക്കി കാണുന്നു അദ്ദേഹത്തെ എന്നാണ്. ഈ ദ്വിതീയ ഉല്ലേഖത്തിൻ്റെ ഒരു ലക്ഷണം കഴിഞ്ഞു. ഇനി അടുത്ത വേറൊരു ലക്ഷണം കൂടി ഉണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം പറഞ്ഞത് അനേകം പേർ, ഒരാളെ പല രീതിയിൽ കാണും. ഇനി അടുത്ത ലക്ഷണം, ദ്വിതീയ ഉല്ലേഖത്തിൻ്റെ ലക്ഷണം, ഏകേന ബഹുധോ ഉല്ലേഖേപ്യസൗ വിഷയഭേദതഃ. ഏകേന ബഹുധഃ ഉല്ലേഖേ അസൗ അപ്യസൗ ഉല്ലേഖേപ്യസൗ വിഷയഭേദതഃ. വിഷയഭേദമനുസരിച്ച് എന്നാണ്. അതായത് ഒരാൾ വിഷയഭേദമനുസരിച്ച് ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പല ധർമ്മങ്ങൾ കാണും അല്ലേ, ആ ധർമ്മങ്ങൾ കണ്ടിട്ട് അയാളെ പല രീതിയിൽ കാണുകയാണ്, പല ധർമ്മങ്ങൾ കാണും. അപ്പോൾ പല രീതിയിൽ കാണുകയാണ്, അത് ഒരാളാണ്. മറ്റതങ്ങനെയല്ല, പലരാണ്, പല രീതിയിൽ പറയുന്നു. ഇവിടെ ഒരാൾ തന്നെ ഒരു വിഷയത്തെ ആ വസ്തുവിലെ വിവിധ ധർമ്മങ്ങളെ അതിൻ്റെ വിവിധ ദൃഷ്ടികോണിൽ കൂടി ഓരോന്നായിട്ട് കാണുന്നു. അങ്ങനെ വരുന്നതാണ് രണ്ടാമത്തെ ഉല്ലേഖത്തിൻ്റെ ലക്ഷണം. അടുത്തതിൻ്റെ ഉദാഹരണം നോക്കിക്കോളൂ. ഗുരുർവചസ്യ അർജുനോയം കീർത്യൗ ഭീഷ്മഃ ശരാസനെ. ഗുരുർവചസ്യ അർജുനഃ അയം. ഇവിടെ ആ ട്രാൻസ്ലേഷൻ ചേർത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലേ, അത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അർജുനഃ പ്ലസ് അയം, അർജുനോ അയം കീർത്യൗ ഭീഷ്മഃ ശരാസനെ. അപ്പോൾ ഒരാൾ കാണുകയാണ്, അയം എന്ന് പറഞ്ഞാൽ ആരെയാണ് കാണുന്നത്? ഏതൊരു രാജാവിന്, അദ്ദേഹം വചസ്യ ഗുരുഹു, വാക്കിൽ അദ്ദേഹം ആരാണ്? ഗുരുവാണ്. രാജാവ് ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ ബൃഹസ്പതി എന്ന് കേട്ടില്ലേ, ദേവാനാം ഗുരുവാണ് ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരു. അപ്പോൾ അദ്ദേഹം വാക്കിൽ ഗുരുവാണ്, ആ രാജാവ് വാക്കിൽ ഗുരുവാണ് എന്ന് വെച്ചാൽ അത്രമാത്രം എല്ലാം തികഞ്ഞ ആളാണ് എന്ന് കാണിക്കുകയാണ്. പിന്നെ അർജുനോ അയം കീർത്യൗ അർജുനഃ. കീർത്തിയിൽ, പ്രശസ്തിയിൽ അർജുനനാണ്. എല്ലാവർക്കും അറിയാം അർജുനൻ വലിയ പ്രശസ്തിയുള്ള അല്ലെങ്കിൽ കീർത്തിമാനാണെന്ന്. അപ്പോൾ കീർത്തിയിൽ ആ രാജാവ് അർജുനനാണ്. ഇനി ഭീഷ്മഃ ശരാസനെ. ഭീഷ്മ ശരാസനത്തിലെന്ന് നിങ്ങൾക്കെല്ലാവരും അറിയാം. ധനുർവിദ്യയുടെ മൂർത്തീകരണമാണ് അദ്ദേഹം. അപ്പോൾ ധനുർവിദ്യയിൽ ആരാണ് അദ്ദേഹം? ഭീഷ്മനാണ്. അപ്പോൾ ഒരാളെ തന്നെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ തന്നെ 3 രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഒരാളുടെ കാഴ്ചപ്പാടിൽ, അയാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അയാൾ പറയുകയാണ്. വാക്കിൽ ഗുരു ബൃഹസ്പതിയാണ്, കീർത്തിയിൽ അർജുനനാണ്, പിന്നെ ധനുർവിദ്യയിൽ ഭീഷ്മനുമാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഉല്ലേഖം എന്ന അലങ്കാരം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ? ആദ്യം പലരും, ഇപ്പോൾ ഒരാൾ. ആദ്യം ഒരാളെക്കുറിച്ച് പല രീതിയിൽ പറയുന്നു, ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയുന്നു. രണ്ടാമത്തെ ഒരാൾ തന്നെ ഒരു വിഷയത്തെ അയാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പലതായിട്ട് കാണുന്നു. അപ്പോൾ ഈ 2 ഉല്ലേഖമാണ് ഇന്ന് നിങ്ങൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.